എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നൊരു സിമ്പിളായിട്ടുള്ള കുറുമക്കറിയാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് ചപ്പാത്തിക്ക് കഴിക്കുന്ന ഒരു കറിയാണ്. ഉള്ളിയും സബോളയും ഒന്നും ചേർക്കാത്തതാണ്. അതിനായി ഗ്രീൻ പീസ് ഒരു അര ഗ്ലാസ് എടുക്കുക. അത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർക്കുന്നൊന്നുമില്ല. അത് കുക്കറിലിട്ടിട്ട് ഒരു 1/4 ഭാഗം വേവുമ്പോൾ അതിലെ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ് എന്നിവ ചേർത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് അത് വേവിക്കാൻ വയ്ക്കുക. ഇനി അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിനായി ഒരു 1/4 ഗ്ലാസ് നാളികേരം എടുക്കുക. ഒരു 3 അണ്ടിപ്പരിപ്പ് ചേർക്കുക. അണ്ടിപ്പരിപ്പ് ഇല്ലാത്തവർ ഒരു ഗ്ലാസ് നാളികേരം എടുത്താലും മതി. ഇനി 3 ഏലക്കായ ചേർക്കുക. അതുപോലെ പട്ട, ഒരു ചെറിയ കഷ്ണം പട്ട ചേർക്കുക. പിന്നെ തക്കോലം 2 കഷ്ണം ചേർക്കുക. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, ഞാനത് അരയ്ക്കാൻ സൗകര്യത്തിന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് ചേർക്കുക. എല്ലാം കൂടി നല്ലതുപോലെ അരച്ച് വെക്കുക. നല്ലതുപോലെ തന്നെ അരയണം. ഇനി കറി പാകം ചെയ്യാൻ വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 പച്ചമുളക് കീറിയത് ചേർക്കുക. അതിൽ വെളിച്ചെണ്ണ 3 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി പച്ചമുളക് ഏകദേശം അതിൻ്റെ ആ പച്ചമണം മാറുമ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ മുളക് പൊടി ചേർക്കാവുന്നതാണ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ തീ സിമ്മിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. മസാലകളൊന്നും തന്നെ ഞാനിവിടെ ചേർക്കുന്നില്ല, കാരണം അരപ്പിൽ നമ്മൾ മസാലകൾ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയ തക്കാളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് ഇളക്കുക. തക്കാളി ഒന്ന് വാടി വരണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പാത്രം 2 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ തക്കാളി പാകത്തിനായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവി ചേർക്കുക. നാളികേരം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കണം. കാരണം അതിൽ മസാലകൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണം നല്ലപോലെ പോകണം. ഇനി പച്ചമണം പോയതിന് ശേഷം അതിലേക്ക് മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് അതും ചേർക്കുക. എന്നിട്ട് ഇളക്കി യോജിപ്പിക്കുക. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ അതിൽ ചേർക്കുക. പോരാത്ത വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ തിളച്ച വെള്ളമോ ചേർക്കണം. പച്ചവെള്ളം ചേർക്കരുത്. ഇനി അത് അടച്ച് വെച്ച് തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 2-3 മിനിറ്റ് തിളപ്പിക്കാം. ഇപ്പോൾ മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഉപ്പ് നേരത്തെ കുറവേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 2 നുള്ളി ഉപ്പും കൂടെ ഞാനിതിൽ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം കറി റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടെ അടച്ച് വെച്ച് 1 മിനിറ്റ് കൂടെ തിളപ്പിച്ചതിന് ശേഷം ഇപ്പോൾ കറി ഒരല്പം ലൂസായിട്ടിരിക്കുന്നുണ്ട്. ചൂടാറുമ്പോൾ അത് ഗ്രേവി പാകത്തിനാവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു ലൂസാക്കി ചാറെടുക്കുന്നത്. ഇപ്പോൾ കറി പാകത്തിന് കുറുകിയിട്ടുണ്ട്. ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു കറിയാണ്. ഒരുപാട് എരിവൊന്നുമില്ല. നല്ല മണമാണ് കറിക്ക്. ഉള്ളി സബോള ഒന്നും ഇല്ലെങ്കിലും നമുക്കിത് വളരെ ടേസ്റ്റോടു കൂടി ചപ്പാത്തി കഴിക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.